മണിക്ക് പഠിക്കാനിരിക്കുന്ന വെച്ച് ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് 7:06 അപ്പോൾ ചോദിച്ചു എന്തായാലും 7:30 തൊട്ട് പഠിക്കണം. പിന്നെ അത് 8 മണിയായി, 8:30 ലാസ്റ്റ് പഠിത്തമൊന്നും നടന്നില്ല. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ മിക്കപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ മോസ്റ്റ് സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷനിലാണ് റിലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മോട്ടിവേഷൻ ഡോണ്ട് സ്റ്റേ, മോട്ടിവേഷൻ അങ്ങനെ നിൽക്കില്ല. റൂട്ടീൻസ് ആണ് സ്റ്റേ ചെയ്യുന്നത്. റൂട്ടീൻസിലൂടെ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഉണ്ടാകാറില്ല, ചില ദിവസം മോട്ടിവേഷൻ വന്ന് ഭയങ്കര കാര്യമായിട്ട് പഠിക്കാനിരിക്കും, അന്ന് സൂപ്പറായിട്ട് പഠിക്കും. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ ഏത് വഴിക്കാ പോയതെന്നോ ഒരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ പഠിക്കാനും പറ്റില്ല, പിന്നെ ഫുൾ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്ത് ആകെ മൊത്തം കൊളമായിപ്പോകും. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസിപ്ലിൻഡായി ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻസിനായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് ഷെഡ്യൂളിംഗ് ബ്രേക്സ്. അതായത് നമ്മൾ മിക്കപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ചെയ്യാനുള്ള ടാസ്ക്സിൻ്റെ വലിപ്പം കണ്ടിട്ടാണ്. അപ്പോൾ ഇനി കുറേ ടാസ്ക്, അതായത് കുറേ പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും നമ്മുടെ മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് അയ്യോ എനിക്ക് വയ്യ, എനിക്കിതിനൊന്നും വയ്യ, നമുക്ക് എന്തെങ്കിലും ഈസി ആയിട്ടുള്ള കുറച്ചുകൂടെ ഫോൺ സ്ക്രോൾ ചെയ്യാം അങ്ങനെ പറയും. അപ്പോഴാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഷെഡ്യൂളിംഗ് റെസ്റ്റ് ടൈംസ്. റെസ്റ്റ് ടൈംസ് എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ നോക്കാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ ടി വി കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസോ ഷോസോ അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ സ്ലീപ്പ്, ഇതിനൊക്കെയുള്ള ടൈം നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന സമയം ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് ഷെഡ്യൂൾ ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് സ്റ്റഡി ബ്ലോക്സ് ഷെഡ്യൂൾ ചെയ്യും, അതായത് പഠിക്കേണ്ട സമയം ഷെഡ്യൂൾ ചെയ്യും. അതിനുശേഷം ഈ റെസ്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ എനിക്കറിയാം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചാൽ എനിക്ക് ഇത്ര സമയം റെസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി പഠിക്കാനൊരു മോട്ടിവേഷൻ തരും. അപ്പോൾ വൃത്തിക്ക് പഠിക്കാൻ എന്നെ സഹായിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ഫുള്ളി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ളി അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടി ടാസ്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ നമ്മൾ പഠിക്കാനുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാനടക്കം എല്ലാവരും ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് നേരം ഫിസിക്സ് പഠിക്കാമെന്ന് വെച്ചാൽ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെ തുറന്നേക്കും, കുറച്ച് നേരം ഏതാ നമ്മൾ പഠിക്കുന്ന നേരം നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം പഠിക്കാനിരിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഗോൾസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഇത്ര തൊട്ട് ഇത്ര വരെ പഠിക്കുമെന്ന് മാത്രമല്ല, അതിന് നമ്മുടെ ഔട്ട്കം കൂടി സെറ്റ് ചെയ്യണം. അതായത് ഇത്ര തൊട്ട് ഇത്ര വരെ പഠിച്ചതിന് ശേഷം എനിക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അതെനിക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയണം, അതായത് കോൺസെപ്റ്റ്സ് മുഴുവനായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള ഗോൾസ് അല്ലാതെ അതിലുപരി നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ രാവിലെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ ഇതൊരു ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്താൽ പിന്നെ രാവിലെ എണീറ്റ് ഇത് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഡയറക്റ്റ് പഠിക്കാൻ തുടങ്ങും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബ്രെയിൻ എനർജിക്ക് അനുസരിച്ച് നമ്മുടെ വീക്ക് പ്ലാൻ ചെയ്യാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഈ വീക്ക്ലി പ്ലാനറിന്റെ ടെംപ്ലേറ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വരച്ചിട്ട് ഉണ്ടാക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോൺ നെഗോഷ്യബിൾസ്, അതായത് സ്കൂൾ, നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷൻ, സ്ലീപ്പ്, അതുപോലെ എക്സ്ട്രാ ക്ലാസ്സസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനതാണ് ഈ ഗ്രീൻ കളറിൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ പ്രകാരം, അതായത് എൻ്റെ കോളേജ് ക്ലാസ്സസ് ആണ് ഷെഡ്യൂൾ ചെയ്തത്. എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് 9:30-ക്കാണ്, അവസാനിക്കുന്നത് 3:30-ക്കും. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് പോയി വരാനുള്ള ടൈമും കൂടി ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ സ്ലീപ്പിൻ്റെ ടൈമും ഞാനിവിടെ കൊടുക്കുന്നു.
സോ ഇതൊക്കെയാണ് എൻ്റെ നോൺ നെഗോഷ്യബിൾസ്. നിങ്ങൾക്ക് ഇതല്ലാതെ എക്സ്ട്രാ ട്യൂഷൻ ക്ലാസ്സസോ വേറെ എന്തെങ്കിലും ക്ലാസ്സസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏഡ് ചെയ്യാം. സോ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മൾ എണീറ്റതിന് ശേഷം അതിൻ്റെ എനർജി ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ ടൈം പോകുന്നതിനനുസരിച്ച്, അതായത് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞ് ആ ഒരു മിഡ് ആഫ്റ്റർനൂൺ ഡിപ്പായി. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് നന്നായിട്ട് ഉറക്കം വരുന്നത്. ക്ലാസ്സിൽ നിന്നൊക്കെ ഉറക്കം വരാനുള്ള കാരണം അതുകൊണ്ടാണ്. പിന്നെ ഒരു 6 മണിക്ക് ശേഷമൊക്കെയാണ് നമ്മുടെ ബ്രെയിന് വീണ്ടും അലേർട്ട് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ നോൺ നെഗോഷ്യബിൾസ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം എൻ്റെ ഹൈ ബ്രെയിൻ പവർ ആയിട്ടുള്ള ടൈമിൽ ചെയ്യാനുള്ള ടാസ്ക് ഷെഡ്യൂൾ ചെയ്യും. ഞാനിവിടെ പേർപ്പിൾ കളറിലാണ് അതിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ ലോ ബ്രെയിൻ പവറുള്ള ടൈമിലുള്ള ടാസ്ക്സ് ഞാനൊരു ഓറഞ്ച് കളറിലും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ബ്രെയിൻ പവറിനനുസരിച്ച് ടാസ്ക് കൊടുക്കുന്നത് അതൊക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് രാവിലെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് മാത്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ അത് നിങ്ങൾക്ക് പറ്റും. ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ രാവിലെ എണീറ്റ് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഐ തിങ്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലത്തെ സബ്ജക്ട്സ് ആണ് അപ്പോൾ കൂടുതലായിട്ടും പഠിച്ചിരുന്നത്. ബിക്കോസ് ആ ഒരു ടൈമിൽ എനിക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പോയിട്ട് വരികയാണെങ്കിൽ ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് ഞാൻ പഠിച്ചിരുന്നത്. സോ നിങ്ങൾ എപ്പോഴാണ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതെന്നും എപ്പോഴാണ് ടയേർഡ് ആയിട്ടുള്ളതെന്നും കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ടാസ്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയില്ലേ? കുറച്ചും കൂടി ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ? ഇത് ബേൺ ഔട്ട് കുറക്കാനും സഹായിക്കും. അതുപോലെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചാൽ പ്രൊക്രാസ്റ്റിനേഷൻ കുറക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീക്ക് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡേയ്സിലെ മോട്ടിവേഷൻ നിങ്ങൾക്ക് അങ്ങോളം ഉണ്ടാവണമെന്നില്ല. എന്നാലും എല്ലാ ദിവസവും ഷോ അപ്പ് ചെയ്യുക. അതാണ് കൺസിസ്റ്റൻസി. ഇങ്ങനെയാണ് ടോപ്പേഴ്സ് പഠിക്കുന്നത്. ലൈഫിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഡിസിപ്ലിനിലാണ് ഫോളോ ചെയ്തത്, അല്ലാതെ മോട്ടിവേഷനിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആക്കും. സോ അതിൻ്റെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ 7 മണിക്ക് പഠിക്കാനിരുന്ന് 7:06 ആയാൽ പിന്നെ അത് പഠിക്കാൻ തോന്നില്ല, പിന്നെ 7:30 ആവാൻ കാത്തിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നതിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.